നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 329 ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തര രാമായണം ആണല്ലോ. ഈ ഉത്തര രാമായണത്തിന് 3 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ 2 അധ്യായങ്ങൾ കഴിഞ്ഞ ലക്കത്തോടുകൂടി അവസാനിച്ചു. ഇന്ന് 3-ാമത്തേതും അവസാനത്തേതുമായ അധ്യായം ആരംഭിക്കുകയാണ്. സീതാദേവി ഗർഭിണിയായ വിവരം അറിഞ്ഞ് എല്ലാവരും അകമഴിഞ്ഞ് ആനന്ദിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ലക്കത്തിൻ്റെ അവസാനം പറഞ്ഞത്. അങ്ങനെ എല്ലാവരും സന്തോഷമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീരാമേന്ദ്രൻ സീതാദേവിയോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഈ ഗർഭിണികളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അപ്പോഴേ സാധിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സന്തതികൾക്ക് വൈകല്യം ഉണ്ടാവും എന്നാണ് പഴഞ്ചൊല്ല്. അപ്പം അത് വേണ്ട. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ മടിക്കണ്ട, പറഞ്ഞോളൂ. ഇനി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാലും ഞാൻ കൊണ്ടുവന്ന് നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ, മടിക്കണ്ട, പറയൂ. അങ്ങനെ 2-3 പ്രാവശ്യം നിർബന്ധിച്ച് ആദ്യം സീത പറഞ്ഞു, എനിക്ക് എന്താ ആഗ്രഹമാണെന്ന്. പക്ഷേ നിർബന്ധിച്ചപ്പം സീത പറഞ്ഞു, എനിക്ക് നമ്മുടെ വനവാസകാലം ഓർമ്മ വരുന്നു. അന്ന് നമ്മൾ ഓരോരോ മുനി പത്നിമാരുമൊത്ത് മാറി മാറി ഞാൻ താമസിച്ചിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണം. ഇപ്പം അതെല്ലാം കഴിഞ്ഞു, നമ്മളിപ്പോൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് അവരെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒന്ന് അവിടെ പോയാൽ മതി, അവരോടൊത്ത് ഒരു ദിവസം ഒരു വനത്തിലൊന്ന് ചിലവഴിച്ചിട്ട് തിരിച്ചു വരാം. ഇത്രയുള്ള കാര്യം. എന്നാൽ പിന്നെ നാളെ തന്നെ വെക്കോളൂ, വെച്ച് താമസിപ്പിക്കണ്ട, ഞാൻ ലക്ഷ്മണനെ കൂടെ കൂട്ടി വിടാം എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു. അപ്പോൾ സീതയ്ക്ക് വളരെയധികം സന്തോഷമായി. ഈ സമയത്ത് ശ്രീരാമൻ ഇങ്ങനെ രാജ കൊട്ടാരത്തിൽ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ കാണാനായി ഇങ്ങനെ പൗരന്മാർ വരും, പ്രജകൾ വരും. ആ കൂട്ടത്തിൽ അയോധ്യാവാസികളായ കുറേ പ്രജകൾ അങ്ങനെ രാജാവിനെ മുഖം കാണിക്കാനെത്തി. അവർ കുറച്ച് പേരുണ്ട്, 5-6 പേരുണ്ട്. അവരുടെ പേര് വിജയൻ, മധുദത്തൻ, കാശ്യപൻ, പിംഗലൻ, സുരാജി, മാഗധൻ, കാലകൻ, ഭദ്രൻ. ഇങ്ങനെ 8 പേരുടെ പേരുകളാണ് രാമായണത്തിൽ പറയുന്നത്. ഒരു ഗ്രൂപ്പാണ്. അവരെല്ലാം കൂടെ രാജാവിനെ കണ്ട് മുഖം കാണിച്ച് സന്തോഷമൊക്കെ ഒന്ന് പറയാൻ വന്നതാണ്. അങ്ങനെ അവർ കൈകൂപ്പി തൊഴുതു നിൽക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സത്യം പറയണം. എന്നെ പറ്റി, എൻ്റെ അമ്മമാരെ പറ്റി, അനുജന്മാരെ പറ്റി, സീതാദേവിയെ പറ്റി ഒക്കെ ജനങ്ങൾ എന്ത് പറയുന്നു? നാട്ടിലൊക്കെ എന്താണെന്നൊരു പൊതുവേ ഉള്ളൊരു വർത്തമാനം എന്നെപ്പറ്റി, എൻ്റെ ഭരണത്തെ പറ്റി, എൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ഒക്കെ നാട്ടിലെ ആൾക്കാരൊക്കെ എന്ത് പറയുന്നു? ശ്രീരാമൻ അങ്ങനെ ചോദിക്കുന്നതിനകത്ത് ഒരു കുറ്റം പറയാൻ കഴിയില്ല. തൻ്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങളിൽ നിന്നൊരു ഫീഡ്ബാക്ക് എടുക്കുകയാണ്. അത് ഏത് ഭരണാധികാരിക്കും അങ്ങനെ ചെയ്യാം, അത് നല്ലൊരു കാര്യമാണ്. പലരും അങ്ങനെ ചെയ്യാറില്ല. സ്തുതി കേട്ട് മയങ്ങി പോകുന്നവരാണ് കൂടുതൽ ആൾക്കാർ. എന്തൊക്കെയാണ് കുറ്റങ്ങൾ, എന്തൊക്കെയാണ് കുറവുകൾ, ദോഷങ്ങൾ എന്ന് അറിയാൻ പലരും ശ്രമിക്കാറില്ല. അങ്ങനെയെന്ന് പറയുന്നവരെ ഇഷ്ടവുമല്ല. അപ്പോൾ ഏതായാലും ശ്രീരാമേന്ദ്രൻ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പ്രജകളിൽ നിന്നൊരു ഫീഡ്ബാക്ക് വേണം. എന്തെങ്കിലും കുറ്റമോ കുറവുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാമല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അറിയാം, അത് തിരുത്തുകയും ചെയ്യാമല്ലോ. അങ്ങനെയുള്ള വളരെ നല്ലൊരു സമീപനമാണ് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ശ്രീരാമേന്ദ്രൻ സ്വീകരിക്കുന്നത്. അവർ പിന്നെ ശ്രീരാമനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേപ്പോലെ നല്ല രാജാവില്ല, ഇത്രയും നല്ല ഭരണം ഞങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി വേറെ ആളും ഇതുപോലെ അങ്ങേക്ക് തുല്യനാവുകയില്ല, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ സ്തുതികളിൽ നിന്നും ഇങ്ങനെ അതിയായി മുഖസ്തുതികളിൽ അഭിരമിക്കുന്ന ഒരാളല്ല ശ്രീരാമൻ. അദ്ദേഹം അത് പറയുകയും ചെയ്തു, നിങ്ങൾ കൂടുതൽ വർണ്ണനയൊന്നും വേണ്ട, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ എന്നെ കുറേ ഇങ്ങനെ വരുന്നവരെല്ലാം എന്നെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അതൊക്കെ എനിക്കറിയാം. എനിക്കറിയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്ത് പറയുന്നു, എൻ്റെ ഭരണത്തെക്കുറിച്ച് എന്ത് പറയുന്നു, ഇതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ രാജസന്നിധിയിലെത്തി നല്ല കാര്യങ്ങൾ മാത്രമേ ഇവിടെ എല്ലാവരും വന്ന് പറയാറുള്ളൂ. അതെല്ലാവരും എന്ന് പറയും, നിങ്ങളും അതേപോലെ തന്നെ പറയുന്നു. പക്ഷേ ഭരണത്തിലെല്ലാം നല്ലത് മാത്രമായിരിക്കത്തില്ല ഉണ്ടാവുന്നത്. ഭരണത്തിൽ നല്ലതും കാണും, കുറച്ച് ചീത്ത വശങ്ങളും കാണും. ഗുണദോഷങ്ങൾ സമ്മിശ്രമാണ് എന്നാണ് ശ്രീരാമേന്ദ്രൻ പറയുന്നത്. അപ്പോൾ സമ്മിശ്രമായ കാര്യങ്ങളാണ് ഒരു ഭരണത്തിൽ സംഭവിക്കുക. 100% ശരി ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. അല്പതല്പം തെറ്റുകുറ്റങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഭരണാധികാരി അറിയണമെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തോട് പറയണം. പക്ഷെ അദ്ദേഹത്തെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാരൊന്നും എല്ലാം കൊള്ളാം, എല്ലാം നന്നായി നടക്കുന്നു എന്നല്ലാതെ, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഭരണാധികാരിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ആരും അങ്ങനത്തെ കുറ്റങ്ങളൊന്നും സാധാരണഗതിയിൽ പറയാറില്ല. പക്ഷേ അതിനൊക്കെ ഒരു അപവാദമായിരുന്നു ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ശ്രീരാമേന്ദ്രൻ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഉത്തമ പുരുഷൻ എന്നൊക്കെ പറയുന്നത്.
എന്തോ അത് ഇത് അതേ പറയുന്നത് എനിക്കറിയേണ്ടത് ദോഷങ്ങളാണ്. അപ്പോൾ ആ, ദോഷമായി ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അതെനിക്കത് പറയാമോ? അപ്പോൾ ആ കൂട്ടത്തിൽ പലരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ 8 പേര് വന്ന് നിൽക്കുകയല്ലേ. ആ കൂട്ടത്തിൽ ഭദ്രൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, എല്ലാം നല്ല കാര്യങ്ങളാണ് ഭഗവാനെ അവിടെ നടക്കുന്നത്. പക്ഷേ എങ്കിലും അങ്ങ് നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് പൊതുജനങ്ങളിൽ ചിലർ, വളരെ കുറച്ച് പേരേ ഉള്ളൂ, അവർ പറയുന്ന ഒരു ദോഷം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. പറയൂ. മായാവിയായ രാവണൻ എന്ന രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്ന സീതാദേവിയെ എന്തുകൊണ്ടായിരിക്കും ശ്രീരാമചന്ദ്രൻ യാതൊരു സംശയവും കൂടാതെ പരിഗ്രഹിച്ചത്? ഇങ്ങനെ ചില ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കൂടി നിന്ന് ചിലരൊക്കെ അടക്കം പറയുന്നുണ്ട്. അല്ലാതൊന്നുമില്ല, ബാക്കി എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. വളരെ എല്ലാവരും ഒന്നും അങ്ങനെയൊന്നും പറയുന്നില്ല, വളരെ കുറച്ച് പേര് പറയുന്നുള്ളൂ. അവർ പറയുന്ന പോയിന്റ് ഇതാണ്, ഈ ഒരു രാക്ഷസന്റെ തടവിൽ കഴിഞ്ഞ സീതാദേവി, അവർ ശ്രീരാമേന്ദ്രൻ ഒരു സംശയം കൂടാതെ അവരെ ഇങ്ങ് പരിഗ്രഹിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സംശയം കൂടാതെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഇങ്ങനത്തെ ഒരു സംശയം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ, നമ്മൾ പറയത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചം പറയുന്നുണ്ടെന്ന് പറയും. രഹസ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് അടക്കത്തിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ഈ ഭദ്രൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞു കൊടുത്തു. ശ്രീരാമചന്ദ്രൻ അവരോട് മറുപടിയൊന്നും പറഞ്ഞില്ല, വന്നവരെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് യാത്രയാക്കി. പക്ഷേ നമുക്കറിയാമല്ലോ, ഒരു നെഗറ്റീവ് കേൾക്കുമ്പം അത് ഇത്രയും വലിയൊരു നെഗറ്റീവ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും ഉറങ്ങാൻ പോകുമ്പോഴേക്കും അത് തന്നെ ആയിരിക്കും ചിന്ത, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം, ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഒരു അനന്തര നടപടി. ചോദിച്ചറിഞ്ഞും പോയി, എന്നാൽ അവരെ ജനങ്ങളുടെ സംശയം പരിഹരിക്കുകയും വേണം, എന്ത് വേണമെന്നൊക്കെ വളരെ വലിയ ചിന്താഭാരത്തോടു കൂടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ പള്ളി ഉറങ്ങാനായി കിടക്കറയിലേക്ക് പോകുന്നത്. അപ്പോൾ നേരം പുലരുകയാണ്. നേരം പുലരുമ്പോൾ എന്താകും സംഭവിക്കുക? ആ സസ്പെൻസ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമുക്ക് അടുത്ത 330ാമത് ലക്കത്തിൽ അതിനെക്കുറിച്ചറിയാം. അതുവരേക്കും നന്ദി, നമസ്കാരം.